ടോട്ടൽ ടാസ്കിലെ രണ്ടാമത്തെ ചലഞ്ചിങ് ടാസ്ക് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിഥികളോട് പോയിന്റ്സ് കൊടുത്തോളാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. ടണൽ ടീം അപ്പൊ ഇതിൽ നിന്ന് ഔട്ട് ആയിട്ടുണ്ട്. ടണൽ ടീമിന്റെ കയ്യിലുള്ള പോയിന്റ്സ് അപ്പൊ ആർക്കും ടണൽ ടീമിന് കൊടുക്കാനും പറ്റില്ല. ഡെന്നും നെസ്റ്റും ആണുള്ളത്. അപ്പൊ ഇതിലെ ശ്രീരേഖയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു എന്നാണ് സാബുമോൻ പറഞ്ഞത്. അതുപോലെ തന്നെ വേദാമേനോനും പറയുകയുണ്ടായി. കിടിലമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ജാസ്മിൻ റോബോട്ടായിട്ടും അടിപൊളിയായിട്ട് തന്നെ ചെയ്തു എന്ന് പറഞ്ഞു. ഡെൻ ടീമാരുടെ ക്ലീനിങ് അർജുനും ജിൻഡോയും ഭയങ്കര ആത്മാർത്ഥതയോടുകൂടിയാണ് പണിയെടുത്തതെന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ സെക്യൂരിറ്റി ആയിട്ട് ആ കല്ല് നന്നായിട്ട് തന്നെ ജിൻഡോ സേവ് ചെയ്തു എന്നും വേദാമേനോൻ പറയുകയുണ്ടായി. പിന്നെ ഇവരോട് പറഞ്ഞത് ടീമിൽ പക്ഷെ വിശ്വാസം വേണം എന്നുള്ളതാണ്. അതെന്ന് വെച്ചാൽ അർജുനും ശ്രീതുവും എടുത്തുകൊണ്ട് പോകുന്നു പറഞ്ഞിട്ട് ജിൻഡോ അവിടെ ഒളിപ്പിച്ചു വെച്ചല്ലോ ആദ്യം അവർ എടുത്തുകൊണ്ട് പോയതുകൊണ്ട്. അപ്പൊ ആ കാര്യത്തെ പറ്റി പറയുകയുണ്ടായി. ടീമിൽ നിങ്ങളൊരു വിശ്വാസം ഉണ്ടാക്കി എടുക്കണം. പിന്നെ ടീമിൽ നിന്ന് ആരെങ്കിലും മാറി നിന്ന് ചെയ്യുകയാണെങ്കിൽ അത് പുറത്തുള്ളവർ ജഡ്ജ് ചെയ്തോളും. പക്ഷെ ഒരു വിശ്വാസം ഉണ്ടാക്കി എടുക്കുക എന്നുള്ള രീതിയിൽ സാബുമോൻ സംസാരിക്കുകയുണ്ടായി. എന്നിട്ട് സാബുവും ശ്വേതയും ഒക്കെ ഇവർക്കൊക്കെ പോയിന്റ്സ് കൊടുത്തു. സാബുമോനായിട്ട് പവർ ടീമിനെ കളിയാക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പുള്ളി പറഞ്ഞു പവർ ടീം ഭയങ്കര സീരിയസ് ആയിരുന്നു. ഒരു സ്റ്റുഡിയോ ലീസിന് എടുത്തിട്ട് പിന്നെ കൊടുക്കില്ല എന്ന് പറഞ്ഞോലുള്ള രീതിയിലായിരുന്നു പുള്ളി പവർ ടീമിന്റെ ഒരു ഇതെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഋഷി ആണെങ്കിലും ഭയങ്കര പേടിച്ചായിരുന്നു. ഒരു ഡിസിഷൻ എടുക്കാൻ തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. ടീമിനെ പേടിച്ചിട്ട് തന്നെയായിരുന്നു ഋഷി നിന്നതെന്നും പറഞ്ഞു. 20 പോയിന്റ്സ് തിരിച്ചു മേടിക്കുന്ന ആ സംഭവത്തിൽ ഋഷി അടിപൊളിയായിട്ട് തന്നെയാണ് ടാസ്ക് ചെയ്തതെന്ന് സൗമോൻ പറയുകയുണ്ടായി. രണ്ടാമത്തെ ടാസ്കിൽ അപ്പൊ ജാസ്മിന്റെ ഒക്കെ ടീം നേടിയത് 305 പോയിന്റ്സും ഡെൻ ടീം നേടിയത് 485 പോയിന്റ്സും ആണ്. അപ്പൊ അവർക്ക് കഴിഞ്ഞ ടാസ്കിൽ 2 പോയിന്റ് കിട്ടി, ഈ ടാസ്കിൽ 2 പോയിന്റ് കിട്ടി. അങ്ങനെ മൊത്തം 4 പോയിന്റോടുകൂടി ഡെൻ ടീം ജയിച്ചിരിക്കുകയാണ് ഈ ടാസ്കിൽ. മറ്റവർക്ക് 1 പോയിന്റ്സ് ആണ് കിട്ടിയത്. ടോട്ടൽ 2 പോയിന്റും ആണ് കിട്ടിയിരിക്കുന്നത് നെക്സ്റ്റ് ടീമിന്. അങ്ങനെ ഡെൻ ടീം ഈ ടാസ്ക് ജയിച്ചു. ഇനി ചലഞ്ചിങ് ടാസ്ക് 3 ആണ്. പവർ ടീമിനോട് മത്സരിക്കാൻ പോകുന്നതിന് ഡെൻ ടീമാണ്. ഇനി ഡയമണ്ടിന്റെ കല്ലുണ്ടല്ലോ അത് ആർക്ക് വേണമെങ്കിലും മോഷ്ടിക്കാം എന്നുള്ളതാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്.